കഴിച്ചിരുവാ. രാത്രി ആകുമ്പോ എല്ലാവരും ശനിയാഴ്ച അതിന്റെ പേരില് മഴയല്ലോ. മഴയത്തിൽ കറി കത്തിച്ചിട്ട് കുറവല്ല, കൂടുതലാണ്. അല്ലേലും പെരുമ്പാവൂരുടെ വിശപ്പ് എന്തോരുണ്ടെന്നും എത്രത്തോളം പോകുന്നു ഇതിനും നന്നായിട്ട് പറയാൻ പറ്റിയ ഒരാൾ വേറെ ആരെങ്കിലും. ഇത് ആ ചെങ്ങനെ കണ്ടപ്പോഴാണ് നമ്മുടെ ഉസ്താദ് ഹോട്ടലിലെ ഉമ്മർക്കാനേക്ക് ഓർമ്മ വന്നത്. നമ്മുടെ സാക്ഷാത് മാമുക്കോയെ അതവിടെ നിൽക്കട്ടെ, നമുക്കിവിടെ ശ്രദ്ധ പോകും. ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നല്ല പെരുമ്പാവൂർ സ്റ്റൈലിൽ വരട്ടി എടുത്തെടുത്ത നല്ല ബീഫും ചിക്കനും ബോട്ടിയും അതുപോലെ നെയ്ച്ചോറും ആവി പറക്കുന്ന പുട്ടും നല്ല പൂ പോലത്തെ പൊറോട്ടയും. അത് പറയേണ്ട താമസം. ഇത്രയും തിരക്കുള്ള സമയത്തും ഇത് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകരെ എത്തിക്കാൻ കാണിച്ച ആ മനസ്സ്, അതിനിരിക്കണം ഏറ്റവും വലിയ കയ്യടി. ഇവനാണ് ഇവിടുത്തെ പ്രധാന താരം. അതായത് പെരുമ്പാവൂരുടെ നെയ്ച്ചോറ് ഇറച്ചിയും കഴിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. എന്തായാലും ഇവിടുത്തെ തിരക്കും ബില്ലിങ്ങും കാര്യങ്ങളും കണ്ടുവന്ന് സമയം പോലും അറിഞ്ഞില്ല. ഷെഫീഖിന്റെ തട്ടുകടയിലെ വിലയേറിപ്പട്ടിക്കാണ് കാണുന്നത്. ഈ കാലത്ത് സാധാരണക്കാരെ കട പോലും ചെയ്യാത്ത കോടതി വിധിയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഷെഫീഖ ഈ നന്മ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നല്ല അസല് പെരുമ്പാവൂർ സ്റ്റൈലിലെ ഗ്രേവി, അതും നല്ല അസല് ബീഫ് ഗ്രേവി കിട്ടിയ സന്തോഷമാണെന്ന് തോന്നുന്നു. ആ പയ്യൻ ഇളക്കൽ തുടങ്ങി. അതാ ആ സമയം കൊണ്ട് നമ്മുടെ പെരുമ്പാവൂർ സ്റ്റൈലിലുള്ള ബീഫ് റോസും നെയ്ച്ചോറും എത്തിയത്. നമ്മുടെ പൊറോട്ടയിൽ കണ്ടപ്പോഴാണ് എൻ്റെ കൂടെ ഒന്ന് നാസിഫിന് ഒരാഗ്രഹം. അവൻ നെയ്ച്ചോറ് വേണ്ട, പൊറോട്ട മതി. ഞാനാണെങ്കിലോ ലോട്ടറി അടിച്ച സന്തോഷത്തിൽ നെയ്ച്ചോറ് ഏറ്റെടുക്കുകയും ചെയ്തു. കാരണം ഇവിടെ വന്നേക്കുന്നത് പ്രധാന ആവശ്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ നെയ്ച്ചോറും ബീഫും അതുപോലെ തന്നെ ഇവിടുത്തെ പരിപ്പുമാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടിയ ബീഫ് കറിക്കകത്താണ് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞത്. ബീഫ് കഷ്ണമുണ്ട്, അതും നല്ല സ്റ്റാൻഡേർഡ് പീസസ്. ഈ കാലത്ത് ആരാണ് ശരിക്കുള്ള രാജാവ്? കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പരിപ്പ് കറി അതാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ മെയിൻ ഓഫ് ദ നെയ്ച്ചോറ്. പകുതി സാധനം കൈ വന്നപ്പോൾ വീണ്ടും തെരച്ചിലായി. എന്ത് പീസ് കിട്ടുമെന്നുള്ള തെരച്ചില്? എവിടെ ബക്കറ്റ് മാറിയതുകൊണ്ട് ആ പ്രതീക്ഷ മാറി. അങ്ങനെ തീർത്തും നിരാശ കൊള്ളുന്ന ആവശ്യമില്ല. അവിടെ ഇവിടെ ആയിട്ട് ബീഫിൻ്റെ പീസ് കിട്ടിയുണ്ട്. അങ്ങനെ ആ കയ്പ് തുടരുകയാണ്.
എനിക്ക് മനസ്സിലായത് പരിപ്പില്ലാണ്ട് ഇവൻ ഈ നെയ്ച്ചോറ് കഴിക്കണത് എന്തിനാന്നാണ് ഒരു ഐഡിയ ഇല്ല. അല്ലെങ്കിലും ആളുകളുടെ ഇഷ്ടം പലതാണല്ലോ. പരിപ്പ് വേണ്ടവർ കഴിക്കട്ടെ, പുട്ട് വേണ്ടവർ കഴിക്കട്ടെ, പുട്ടും പരിപ്പും കഴിക്കണവർ അങ്ങനെയും കഴിക്കട്ടെ, പരിപ്പും ബീഫും പുട്ടും കഴിക്കണവർ അങ്ങനെയും കഴിക്കട്ടെ. എല്ലായിടത്തും ഓപ്ഷൻ കൊടുക്കുന്നതല്ലോ ഈ കാലത്തിൻ്റെ പ്രതീക്ഷ. സത്യത്തിൽ എത്ര നല്ല ആഹാരം കൊടുക്കുമ്പോഴാണ് എത്ര നല്ല കൂട്ടുകെട്ട് വളർന്നതെന്ന് ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു കാലത്ത് എത്രയെത്ര വലിയ വലിയ കടകൾ അവരുടെ സർവീസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷെഫീഖാനെ പോലുള്ള ചെറു ചെറു തട്ടുകടകൾ പോലും നല്ല സർവീസും കാര്യങ്ങളും. എന്തായാലും ഒരു വട്ടം എങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ റെക്കമെൻഡ് ചെയ്യുന്നു.